ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം. അപ്പോൾ രാവിലത്തെ പച്ചക്കായ കറിയാണ് കേട്ടോ. അപ്പം കറിയൊക്കെ ഉണ്ടാക്കി ഒരു പെട്ടെന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കറി ഉണ്ടാക്കാൻ നിന്നപ്പോഴാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുത്താലോ എന്നൊക്കെ തോന്നിയത്. അങ്ങനെ ആ കറിയൊക്കെ വറവിടാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഉച്ചക്കൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചോറിനുള്ള കൂട്ടങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചുവാരി എടുക്കാനുണ്ട്. അങ്ങനെ പപ്പടം പൊരിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ അടുക്കള ഭാഗത്തുനിന്ന് അടിച്ചു വരാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞാൽ അടുക്കളയത്തെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഈ അടുക്കള ഭാഗത്ത് ഈ സൈഡ് ഭാഗത്ത് ഞാനൊന്ന് അടിച്ചു വരിയിടും. ചിലപ്പോൾ ഇലകളും കാര്യങ്ങളും ചവറുകളൊന്നും ഉണ്ടാവില്ല, എന്നാലും അടിച്ചു വരിയിടും. അപ്പോൾ ഞാനിത് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരി ലെവലാക്കുന്നുണ്ട്. പിന്നെ വെണ്ണീരും കാര്യങ്ങളൊക്കെ പാത്രം കഴുകുന്നിടത്ത് വെണ്ണീരൊക്കെ എന്നിട്ട് അതൊക്കെ അടിച്ച് മാറ്റി അവിടുന്ന് പിന്നെ വെള്ളം കൊണ്ടൊക്കെ തേകി കളഞ്ഞ് അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെ അവിടുത്തെ ഏകദേശമൊക്കെ റെഡിയായി. പിന്നെ ഈ സൈഡിൽ ഇവിടെ പാത്രവും വെള്ളം നിറച്ച് വെക്കണ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ വെള്ളമൊക്കെ ആയിട്ട് അവിടെ അകലങ്കോലായി കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അടിച്ചു വരി അവിടുത്തെ ചെളിയും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ ഈ സൈഡിൽ നിന്ന് അടിച്ചു വരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ എന്ന് എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അങ്ങനെ ഞാൻ അടിച്ചുവരി എടുക്കുകയാണ്. പിന്നെ മുറ്റം ഫുൾ ഭാഗമൊന്നും അടിച്ചുവരി തീയിടണമെന്നില്ല. അതായത് ചപ്പുചാറുകളൊക്കെ കൂട്ടിയിട്ട് തീ കത്തിച്ചെടുക്കണില്ല. ഞാനൊരു സൈഡിൽ മാത്രം അങ്ങനെ ആയിട്ട് ഒതുക്കി പിന്നെ അവിടെ വെച്ചിട്ട് ചപ്പുചാറുകളൊക്കെ ഇങ്ങനെ കത്തിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ വിറകൊക്കെ എടുത്ത് വെച്ചിടത്തും കുറച്ച് അടിച്ചുവരി അവിടെ ചെമ്മലൊക്കെ ആയിട്ട് കുറേ അധികം ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാതും ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ. അങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെമ്മലൊക്കെ ഇങ്ങനെ ഒരു സൈഡ് കാക്കുന്നതിനനുസരിച്ചിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. അങ്ങനെ ഈ വിറകൊക്കെ ഒതുക്കി വെച്ചതിൻ്റെ സൈഡിലും ഒന്ന് അടിച്ചുവരി ഒരു സൈഡൊക്കെ ആക്കിയിട്ട് അവിടെയും തന്നെ കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചെമ്മലൊക്കെ ഒരു സൈഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീയൊക്കെ ഇട്ട് കത്തിച്ചെടുക്കുകയാണ്. പിന്നെ വിറകൊക്കെ എടുത്ത് വെച്ചതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ എടുത്ത് വെച്ചതിൻ്റെ മുകളിലും പിന്നെ അവിടെ അതായത് ഇലകളൊക്കെ ചാടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് അതൊന്ന് കത്തിക്കണേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു പരിപാടിയൊക്കെ ഉണ്ട്, വീട്ടിൽ നടക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കല്യാണമൊക്കെ ഉണ്ട് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെല്ലാ സൈഡും ഒതുക്കി നല്ല വൃത്തിയാക്കി ഇടണ്ടേ. അപ്പോൾ അതൊക്കെ അടിച്ചുവരി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ ഏകദേശം കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വിറക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അവിടുത്തെ ചതിലും കാര്യങ്ങളും വല്ലാതെ അങ്ങോട്ട് വൃത്തിയാക്കണമെന്നില്ല കേട്ടോ. അല്ലാതെ നമുക്ക് ഒന്ന് ഏകദേശം ഒന്ന് റെഡിയാക്കാം. പൊടിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ഒന്ന് അതിൻ്റെ അടിയിലുള്ളതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഓടും കഷ്ണം പിന്നെ അങ്ങനത്തെ കുറേ പ്ലാസ്റ്റിക് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി അപ്പോൾ അവിടേക്ക് ഒന്ന് അടിച്ചുവരി എടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അവിടുത്തൊന്നും കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഈ വിറകൊക്കെ എടുത്ത് വെച്ചതിൻ്റെ താഴെ ഭാഗത്തായിട്ട് പാറൂത്തിൻ്റെ ഇല എന്നാട്ടോ ഈ ഒരു ഇലക്ക് ഇവിടെ പറയുക. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പുല്ലും അതൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് കത്തിയുണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ അതും തന്നെ കത്തിക്കണേക്ക് അങ്ങനെ കൊണ്ടുപോയി ഇടുന്നുണ്ട് കേട്ടോ. പച്ചയൊന്നും നോക്കിയിട്ടില്ല, അതങ്ങനെ കിട്ടണമൊക്കെ അങ്ങനെ തന്നെ കൊണ്ടുപോയി ഇടുകയാണ്. അപ്പോൾ ഒരു മോർണിംഗ് റുട്ടീൻ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിതാ പറഞ്ഞല്ലോ പുല്ലൊക്കെ പറിച്ചെടുത്തിട്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഒരു സൈഡിലേക്ക് വഴിയൊക്കെ ആദ്യം ഇടും. പിന്നെ ഞാൻ അവിടുന്ന് അടിച്ചു വരിയിട്ട് മുറത്തിലാക്കിയിട്ട് പിന്നെ കത്തിക്കണേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ആദ്യം ഒരു കയ്യിൽ വടിയും വെച്ചിട്ട് ഒരു കയ്യിൽ ചൂലും വെച്ചിട്ട് അങ്ങനെ അടിച്ചു വരി ഇതേപോലെ ഇങ്ങനെ ആദ്യം വടി വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി ഇട്ടിട്ട് അങ്ങനെ കത്തിച്ചെടുക്കുകയാണ് കേട്ടോ. ചൂറ് കൊണ്ട് അങ്ങനെ മുറത്തിലൊക്കെ ആക്കി കൊണ്ടുപോയി ഇടുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അമ്മൂനൊക്കെ വന്ന് അവിടെ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂന് ക്യാമറ ഓണാക്കിയൊന്നും കണ്ടിട്ടില്ല, ഫോൺ അവിടെ വെച്ചതേ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്താണ് ഞാൻ ക്യാമറ ഓണാക്കിയിട്ടൊക്കെയാണ് വീഡിയോ എടുക്കണമെന്നൊക്കെ അങ്ങോട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വീഡിയോയിൽ ചേച്ചി നേരത്തെ പറയണ്ടേ ഞാൻ അവിടെ മാറി നിൽക്കൂലേ എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ.
പിന്നെ ഈ വിറക് ഞാൻ ആദ്യം അവിടുത്തെ ചെതലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെയും കുറച്ച് മണ്ണും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കത്തിക്കണേക്ക് കൊണ്ടുപോയിടാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ മണലാണ്. പിന്നെ അങ്ങനെ കത്തിക്കണേക്ക് അങ്ങനെ കൊണ്ടുപോയിടുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഏകദേശം അവിടുത്തെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വണ്ടൂർക്ക് പോയിട്ടോ, എനിക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ രാജുവേട്ടൻ്റെ ഷർട്ടൊക്കെ മാറ്റണേന്ന്, അപ്പോൾ അതിനും വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞങ്ങളിതാ വണ്ടൂരെത്തി. പിന്നെ ഞാനും അമ്മൂനെയും ബസ്സിന് പോകുന്നു, രാജുവേട്ടൻ അങ്ങനെ സ്കൂട്ടിമേലും പോകുന്നു. അങ്ങനെയുണ്ടോ അങ്ങനെ ഞാനും അമ്മൂനെ വണ്ടൂർ എന്നിട്ട് ഞങ്ങൾക്ക് മടക്കോട്ടർഷ കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ മടക്കോട്ടർഷയ്ക്ക് പോകുന്നപ്പോൾ ഞാൻ അമ്മൂനോട് പറയുന്നു അങ്ങാടിയിൽ നിന്നിട്ടാണ് ഈ ഷോ ഒക്കെ കട്ടിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഞങ്ങളിതാ അങ്ങനെ അങ്ങാടിയിൽ നിന്ന് പിന്നെ രാജുവേട്ടൻ എത്തി. ഞങ്ങൾ പിന്നെ മടക്കോട്ടർഷ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്നല്ലോ. അപ്പോൾ ഞങ്ങളിതാ അങ്ങാടിയിലെത്തി. പിന്നെ രാജുവേട്ടനെ കാത്തിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സാരീനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ധാവണിയൊക്കെ എടുക്കണതാണ് കേട്ടോ. അപ്പോൾ സാരി എടുത്തിനധികം അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല. സാരി ഞാനങ്ങനെ എടുക്കലുമില്ല കേട്ടോ. ധാവണി ഞാൻ എടുക്കും. ധാവണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാരി എടുക്കാത്ത എന്താ ചോദിച്ചാൽ എനിക്ക് തടിയില്ലല്ലോ ഒന്നാമത്, അതുകൊണ്ടാണ് ഞാൻ സാരി എടുക്കാത്തത്. സാരി എടുത്താൽ ഒരു ഷേപ്പൊക്കെ വേണ്ടേ, ഒരു തടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല സാരി എടുക്കണേലും കേട്ടോ. അപ്പോൾ ഞാനും രാജുവേട്ടനും അമ്മൂനെയും കുറേ നേരം രാജുവേട്ടനെ കാത്തുന്നതിന് ശേഷം ഞങ്ങളിതാ ഡ്രസ്സ് മാറ്റാൻ പോകുന്നത്. ഞാൻ രാജുവേട്ടന് ഗിഫ്റ്റായിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഗിഫ്റ്റായിട്ട് കൊടുത്തപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഡ്രസ്സ് ഷർട്ട് എൻ്റെ അമ്മ രാജുവേട്ടന് കുറേ നോക്കി. പിന്നെ ലാസ്റ്റ് ഒന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഞാൻ സാരി നോക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഫാഷനിലാണ് പോയത്. ഇവിടെ അങ്ങാടിയിൽ തന്നെ ഉണ്ടോ കട. അപ്പോൾ ഞങ്ങളിതാ പോയി കുറേ സാരീൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റി. ഈ ഒരു സാരി നോക്കി, കുറേ സാരികൾ നോക്കി. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാരിയാണ് ഞാനെടുത്തത്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. രാജുവേട്ടൻ പറഞ്ഞത് കുഴപ്പമില്ല, രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഈ ഒരു സാരിയാണ് ഞങ്ങളെടുത്തത്. അങ്ങനെ സാരി എടുത്തു. പിന്നെ അതിക്കൊണ്ട സംഭവങ്ങൾ ബ്ലൗസ് പീസ് കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങളതെടുത്തു. ഇതൊരു ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ എനിക്കും കുഴപ്പമില്ല തോന്നി. അപ്പോൾ അത് മാത്രമല്ല പിന്നെ റേറ്റും കുറച്ച് അത്യാവശ്യം നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങണതൊക്കെയാണ്. അപ്പോൾ ബ്ലൗസ് പീസിൻ്റെ അവിടെ വരുന്ന വർക്കൊക്കെയാണ് കേട്ടത്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ അടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. പിന്നെ അപ്പോൾ ഞങ്ങൾ ആ ഒരു സാരിയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ രാജുവേട്ടൻ്റെ ഷർട്ട് മാറ്റി. പിന്നെ ഫാൻസിയിൽ കയറിക്ക് ഈ ഫാൻസിയിൽ കയറിയെന്നുണ്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു തമ്പിലൈൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഹായ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞതാണ്. രാജുവേട്ടൻ്റെ ഹായ് അങ്ങനെയൊക്കെ ഇടായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫാൻസിയിൽ കയറിയപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കമ്മലും എടുത്ത്, അതായത് കമ്മലെടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്ത് റെഡിയായി നിന്നപ്പോഴേനും അയാൾ ഫാൻസിത്തെ ആൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഏട്ടനെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളാകെ എന്താ പറയുക, ഞങ്ങൾ ഇതിൻ്റെ മുന്നേ കടയിലേക്ക് പോകും, വീഡിയോ എടുക്കും, പോകും. പക്ഷേ അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഏട്ടൻ ഈ ഒരു പോക്കിൽ എന്താണെന്നറിയില്ല ഞങ്ങളോട് പെരുമാറിയത് കുറച്ച് സങ്കടമായിട്ടോ. അപ്പോൾ ഞങ്ങളും തന്നെ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചില്ല. പക്ഷേ ഇതിന് മുന്നേയൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കും. പക്ഷെ അന്നൊന്നും ആ ഏട്ടന് കുഴപ്പമില്ല. ഇപ്പോൾ എന്തോ ആ ഏട്ടൻ എന്ത് സാഹചര്യത്തിലാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ആവും ചിലപ്പോൾ ആ വീഡിയോ എടുത്തൊക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആ ഏട്ടൻ അങ്ങനെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ വീഡിയോ ആ ഏട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഫോൺ കാണിച്ചെടുത്തിട്ട് ഞാൻ ഡിലീറ്റ് ആക്കിട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ ചായ കുടിക്കാനൊക്കെ പോയിട്ടോ. ചായ കുടിക്കാൻ പോയി. അപ്പോൾ ചായ കുടിച്ച് പോന്ന് ഞാൻ രാജുവേട്ടൻ്റെ അമ്മൂനെ ചായ കുടിച്ചിട്ട് തിരിച്ച് പോന്നു. പിന്നെ രാജുവേട്ടൻ സ്കൂട്ടിമ്മേ പോരും കേട്ടോ. പെയിൻറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ ഞാനും അമ്മൂനെ ഒരു മഞ്ചൊക്കെ വാങ്ങി, പിന്നെ വേറെ മിഠായി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് പോകട്ടെ. രണ്ടാൾക്കും നടക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പതുക്കെ നടന്നിട്ട് പതുക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയ സാരി ഒന്ന് വെറുതെ വെച്ച് നോക്കി. അതോടെ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ വീട്ടിലൊക്കെ എത്തി. പിന്നെ ഞാൻ സാരി പിൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. വെറുതെ അതൊന്ന് ചേരുന്നുണ്ടോ അല്ലേ എന്നൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.